ആലോഷി അവളെ ആദ്യം കാണുന്നത് പോലെ നോക്കി. അവൻ്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളൊന്ന് നിർത്തിക്കൊണ്ട് അവനെ നോക്കി. ചേച്ചിയുടെ പ്രസവത്തിന് അവർ അഡ്മിറ്റാക്കിയാൽ വിളിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമയമാകുമ്പോൾ വരാം. ആലോഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നു. അവളുടെ ചെവിയുടെ അരികിലവൻ്റെ ശ്വാസം പതിഞ്ഞു. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. പോരാത്തതിന് ഇത് കോടതിയാണ്. നമ്മൾ ശരിക്കും കോടതിയെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് മറന്നുപോയോ നീ? എന്നെ നീ അഴിക്കുള്ളിലാക്കോ? അവൻ്റെ കടപ്പിൽ ഞെരിഞ്ഞമർന്നു. വാക്കുകൾ അവളുടെ കാതിൽ ഞെരിഞ്ഞമരുന്നത് അറിഞ്ഞു ചന്ദന. ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ല. ഞാൻ വരാം. ചന്ദന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വാ പോകാം. ആലോഷി ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. വൈദേഹി എല്ലാം മനസ്സിലാക്കി. അവരുടെ മനസ്സിൽ കുറ്റബോധം തോന്നി. ജഗൻ ഇത്ര വലിയ ചതി തന്നോട് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. കണ്ട നസ്രാണി ചെക്കൻ്റെ കൂടെ ചന്ദനെ പോയി എന്ന് മാത്രമേ ജഗൻ പറഞ്ഞുള്ളൂ. അവൾ പോകാനുണ്ടായ സംഭവങ്ങൾ എന്തായിരുന്നെന്ന് അറിയില്ലായിരുന്നു. തളർന്നു കിടക്കുന്ന ഭർത്താവിനോട് എന്ത് പറയുമെന്നറിയാതെ വരാന്തയിലാകെ തകർന്ന മട്ടിൽ ഇരിക്കുകയാണ് അവർ. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളി ഒഴുകിയിറങ്ങി. അവരുടെ കണ്ണുകൾ വീർത്ത വയറിൽ കൈ ചേർത്ത് വെച്ച് നിൽക്കുന്ന ചന്ദനയിൽ എത്തി നിന്നു. കുറെ താൻ കഷ്ടപ്പെടുത്തി ഇവരെ. അതിനുള്ള ശിക്ഷയാണ് വീട്ടിൽ തളർന്നു കിടക്കുന്ന തൻ്റെ ഭർത്താവ്. നീറവയറുമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മോളെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ തനിക്ക് മരണത്തിൻ്റെ നാളുകൾ കാഠിന്യം ഏറിയിരിക്കും. പാടില്ല. ഇനിയും ഇവരെ വേദനിപ്പിച്ചുകൂടാ. ചന്ദന ചങ്കൂറ്റമുള്ള ഒരുത്തൻ്റെ കയ്യിൽ സുരക്ഷിതയാണ്. പക്ഷേ നന്ദന, അവൾക്ക് വരാന്തയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാമിയെ കണ്ട് നന്ദന പ്രയാസപ്പെട്ട് പടികൾ കയറി. ചിറ്റേ, വളരെ പതിയെ വിളിച്ചു അവൾ. ഞെട്ടി നോക്കി അവർ. നന്ദന ഭയത്തോടെ ഒരടി പിന്നോട്ട് മാറി. മോളെ, എന്നോട് ക്ഷമിക്ക്. നിന്നെ ഞാൻ ഉപേക്ഷിച്ച് പോകില്ല. നിന്റെ പാട്ടിയുടെ ആത്മാവ് പോലും എന്നോട് പോർക്കില്ല. വാ, നമുക്ക് വീട്ടിൽ പോകാം. അവർ മുഖം സാരത്തലപ്പ് കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ചന്ദന അത് കേട്ട് പകച്ചു നിന്നു. ചിറ്റ, എന്താ പറഞ്ഞത്? നന്ദന വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, അവനെ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി മോളെ. എന്നെ അവൻ കള്ളക്കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ക്ഷമിക്ക്. വാ, നമുക്ക് വീട്ടിൽ പോകാം. ചന്ദന അതിശയത്തോടെ ചിറ്റയെ നോക്കി. അവളുടെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശി. ചേച്ചിയെ അനാഥയെ പോലെ മഴത്തിലാക്കി പോകാൻ അവളുടെ മനസ്സ് ഒരുക്കമായിരുന്നില്ല. ആലോഷി അത് കേട്ട് ചിരിയുടെ ഇളയപ്പനെയും ജോൺ സാമുവലിനെയും നോക്കി. അവരുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ധൈര്യമായി പോകാലോ അല്ലേ? ആലോഷി ചിറ്റയുടെ അടുത്തേക്ക് ചെന്ന് കൊണ്ട് ചോദിച്ചു. മോനെ, കണ്ണുകളിൽ തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നു എൻ്റെ. അവൻ പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ വിശ്വസിച്ചു. മോൻ ക്ഷമിക്കണം. മോളെ, ചേച്ചിയോർത്ത് നീ പേടിക്കണ്ട. കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു നേരത്തെ ആഹാരം ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി നിൻ്റെ ചേച്ചിക്കും കുട്ടിക്കും ഉണ്ടാകും. അച്ചു ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. വിച്ചു ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നുണ്ട്. തൽക്കാലം കാര്യങ്ങളെല്ലാം നടന്നു പോകും. നീ ചെല്ല്. ചേച്ചിയോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ചന്ദനം നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. ചിറ്റേ, എല്ലാം മനസ്സിലാക്കിയല്ലോ. ഈശ്വരൻ്റെ കൃപ. ചന്ദന അത് പറഞ്ഞപ്പോൾ നന്ദന അവളുടെ മുടിയിൽ തലോടി. മോളെ, അവരെ മുഷിപ്പിക്കേണ്ട. ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ആലോഷിയെ നോക്കി പറഞ്ഞു അവർ. ചേച്ചി, ഞാൻ വിളിക്കാം. ചിറ്റയുടെ ഫോണിൽ ക്വാർട്ടേഴ്സിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. എല്ലാ സർട്ടിഫിക്കറ്റ്സും എടുക്കണം. പ്രസവമൊക്കെ കഴിഞ്ഞാൽ ചേച്ചി ഒരു ജോലിക്ക് ട്രൈ ചെയ്യണം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അത് ചിറ്റപ്പനും ഒരു ആശ്വാസമാകും, ചന്ദന പറഞ്ഞു. ആലോഷി അവൾ പറയുന്നത് ശ്രദ്ധിച്ചു നിന്നു. എത്ര പക്വത നിറഞ്ഞ സംസാരമാണ് അവളുടെ. അപ്പോഴാണ് ജഗൻ ഇറങ്ങി വന്നത്. അവൻ്റെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു നിന്നു. 3 പേര് ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ. നന്ദന, തന്നെ സാർ വിളിക്കുന്നു. നന്ദന പേടിയോടെ എല്ലാവരെയും നോക്കി. ഒന്നും ഉണ്ടാകില്ല ചേച്ചി, നല്ല സാറാണ്. ചന്ദന ചേച്ചിക്ക് ധൈര്യം പകർന്നു നൽകി. ഞാനും വരാം മോളെ. ചിറ്റ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേ നടന്നു. ചന്ദന അവിടെ കൂടെ വാതിൽ വരെ പോയി. നന്ദന അകത്തേക്ക് കയറി കുടച്ചിറ്റയും. നന്ദന, തൻ്റെ ഈ അവസ്ഥയിൽ പറയുന്നത് വളരെ വേദനയുണ്ട്. എന്നാലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. ജഗൻ ശിക്ഷ അനുഭവിച്ചേ മതിയാകും. തൻ്റെ ഒരു പരാതി ഉണ്ടെങ്കിൽ വേഗം അതിന് വേണ്ട നടപടികൾ ആരംഭിക്കാം. എന്തു പറയുന്നു? ജഡ്ജി ചോദിച്ചപ്പോൾ നന്ദന ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു. എനിക്ക് പരാതിയില്ല സാർ. ഇനി എൻ്റെ ജീവിതത്തിൽ അയാൾ വേണ്ട. എൻ്റെ കുഞ്ഞിന് അച്ഛൻ്റെ സ്ഥാനത്ത് ഇനി അയാൾ വേണ്ട. അത്രയ്ക്ക് വീർത്തുപോയി അയാളെ. എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ വിട്ടാൽ മതി. നിറമിഴികളോടെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് നന്ദന പറഞ്ഞു. ശരി, കുട്ടി മഠത്തിൽ പോകാൻ തയ്യാറാണോ? വേണ്ട സാറേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. വൈദേഹി പറഞ്ഞപ്പോൾ അവരെ നോക്കി അദ്ദേഹം. ഞാനിവിടെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തയ്യാറാണ്.
ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അതിനൊരു പരിഹാരമുണ്ടാക്കി തന്നാൽ വലിയ ഉപകാരമുണ്ട് സാർ. ശരി, ഞാനിവിടുന്ന് ആളെ വിടാം. പുറത്ത് വെയിറ്റ് ചെയ്യൂ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരാളെ വിളിച്ച് ഏർപ്പാടാക്കി. നന്ദന ആശ്വാസത്തോടെ പുറത്തേക്കിറങ്ങി. കുറേ നാളുകൾക്ക് ശേഷം ചേച്ചിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞത് കണ്ട് ചന്ദന. അവർ തിരികെ വന്ന് എല്ലാ വിവരവും പറഞ്ഞു. ഇനി നമുക്ക് പോകാം. എല്ലാ കാര്യത്തിനും തീരുമാനമായല്ലോ. എല്ലാം കേട്ട് കഴിഞ്ഞ് അലോഷി പറഞ്ഞു. എന്നാ നിങ്ങൾ വിട്ടോ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ജോൺ സാമുവൽ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ചന്ദന ചേച്ചിയെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മുഖം തെളിഞ്ഞു കണ്ടത് അപ്പോഴാണ്. അലോഷി അത് തന്നെ നോക്കി നിന്നു. ചിരിക്കുമ്പോൾ വിരിയുന്ന അവളുടെ കവളിൽ നുണക്കുഴിയിലായിരുന്നു അവൻ്റെ നോട്ടം. ചേച്ചിക്ക് നമ്പർ ഒന്ന് കൊടുക്കാമോ? ചന്ദന പേടിച്ച് ചോദിച്ചു. അലോഷി ഫോൺ എടുത്തു. ചേച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവൻ്റെ നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. പേരടിക്കുമ്പോൾ ചന്ദന അലോഷി എന്ന് സേവ് ചെയ്യുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചന്ദന കാറിൽ കയറി. കോ ഡ്രൈവിംഗ് സീറ്റിലാണ് അവളെ ഇരുത്തിയത് അവൻ. വലിയ തേക്കുമരത്തിന് ചുവട്ടിൽ നിന്ന് ജഗൻ അവരെ തറപ്പിച്ച് നോക്കി. അലോഷി അവനെ നോക്കി മീശ പിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. ചന്ദന സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് കണ്ട് അവൻ തന്നെ മുന്നോട്ടാഞ്ഞ് അവളുടെ ഇടത് ഭാഗത്തു നിന്നും ബെൽറ്റ് വലിച്ച് വലത് ഭാഗത്ത് കൊണ്ടുവന്ന് ക്ലിപ്പിട്ടു. അവൻ്റെ കൈ അവളുടെ ദേഹത്ത് തട്ടി. അവൻ്റെ ചുഴശ്വാസം കവിളിൽ തലോടിയതുപോലെ തോന്നി അവൾക്ക്. അവളുടെ ശരീരം വിറച്ചു. നെറ്റിൽ വീർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചതും നോക്കിക്കൊണ്ട് അലോഷി വണ്ടി സ്റ്റാർട്ടാക്കി. ജഗന്റെ മുഖത്ത് നോക്കി പരിഹസിച്ചിരിക്കാനും അവൻ മറന്നില്ല. ഇളയപ്പാ, നല്ല വിശപ്പ് കേട്ടോ. കഴിച്ച് ദോശയൊക്കെ ദഹിച്ചു പോയി. ആലോഷി പറഞ്ഞു കേട്ട് ഇളയപ്പൻ ചിരിച്ചു. അത് നീ പറഞ്ഞത് നേരാ. എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഇപ്പൊ സമാധാനമായി. ചന്ദന പുറത്തെ കാഴ്ചകളിലേക്ക് മിഴി നട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. കാറും കോളും ഒഴിഞ്ഞ ആകാശം പോലെ. തൻ്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല. ചേച്ചിയുടെ ഉള്ളിലെ കുരുന്ന ജീവൻ. ചിറ്റ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിരുന്നു. ടൗണിലെ തന്നെ വലിയ ഹോട്ടലിന് മുന്നിൽ അലോഷി വണ്ടി പാർക്ക് ചെയ്തു. അവനും ഇളയപ്പനും ഇറങ്ങി. ചന്ദന അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ ഇടതുവശത്തേക്ക് വന്നു ഡോർ തുറന്നു കൊടുത്തു. നിന്റെ ഡ്രൈവറൊന്നുമല്ല ഞാൻ, ഡോർ തുറന്നു തരാൻ. ഇറങ്ങി വാടി. ദേഷ്യത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ പകച്ചു നോക്കി. അവരുടെ മുന്നിൽ വെച്ച് എന്ത് സ്നേഹമായിട്ടാണ് തന്നോട് പെരുമാറിയത്. പെട്ടെന്ന് രൂപം മാറിയോ? ഇയാൾക്ക് ഇത്രയും നന്നായി അഭിനയിക്കാൻ അറിയോ? ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ നീണ്ടു. എടി, സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ ഇറങ്ങി വാ. അവൻ്റെ ശബ്ദം ഉയർന്നു. എനിക്ക് ഇത് ഊരാൻ അറിയില്ല, മടിച്ച് പറഞ്ഞു അവൾ. ഓ, അതാണോ കാര്യം? അലോഷി കുറിഞ്ഞ അവളുടെ സീറ്റ് ബെൽറ്റ് ഊരി. അവൻ്റെ കൈ അവളുടെ ദേഹത്ത് തട്ടി. അവളുടെ ചുടിശ്വാസം അവൻ്റെ കവിളിൽ തട്ടി. ഒരു മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നു പോകുന്നതറിഞ്ഞു അവൻ. പെട്ടെന്നവൻ നിവർന്നു നിന്നു. അവൾ വേഗം ഇറങ്ങി. കാർ ലോക്ക് ചെയ്ത് അലോഷി വേഗത്തിൽ നടന്നു. ഇളയപ്പൻ അപ്പോഴേക്കും ഹോട്ടലിലേക്ക് കയറിയിരുന്നു. അവൻ്റെ പിന്നാലെ എത്താൻ ഓടേണ്ടി വന്നു അവൾക്ക്. വാശേരിയിൽ പോയി കൈ കഴുകി അലോഷി. കോട ചന്ദനയും ഒഴിഞ്ഞ ഒരു മൂലയിലേക്ക് നടന്നു അവർ. ഇളയപ്പൻ അവർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലാണ് ഇരുന്നത്. ഇവിടേക്ക് വാ ഇളയപ്പാ, ഒരുമിച്ചിരിക്കാം. അലോഷി നിർബന്ധിച്ചിട്ടും അയാൾ കൂട്ടാക്കിയില്ല. അതിനെന്നാ, നീ അവിടെ ഇരുന്നോ? അലോഷി ബിരിയാണിയാണ് പറഞ്ഞത്. ഇളയപ്പനും വെജ് ബിരിയാണി ഉണ്ടോ? അലോഷി ചോദിച്ചു. ഉണ്ട് സർ. എനിക്ക് വേണ്ട, ചായ മതി. തലവേദനയുണ്ട്, കഴിച്ചാൽ ചിലപ്പോൾ ഛർദ്ദിക്കും. അവൾ വാക്കുകൾ പെറുക്കി കൂട്ടി പറഞ്ഞൊപ്പിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. നമ്മുടെ വണ്ടിയിലെ ഛർദ്ദിക്കാൻ വന്നാൽ എവിടെയെങ്കിലും നിർത്താം. നീ അതോർത്ത് പേടിക്കണ്ട. അവൻ്റെ ആ വാദപ്രയോഗം അവളുടെ മനസ്സിൽ കുളിർമഴ പെയ്ച്ചു. നമ്മുടെ അപ്പോൾ എന്നെ അവിടെ കൂട്ടത്തിൽ ഒരാളായി കാണുന്നുണ്ട്. താൻ എടുത്തിട്ട് വാ, അലോഷി പറഞ്ഞു. ഭക്ഷണം വരുന്നത് വരെ ഒന്നും സംസാരിച്ചില്ല അവർ. അലോഷി ഫോണെടുത്ത് ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് വിരിയുന്ന ചിരി നോക്കി കാണുകയായിരുന്നു അവൾ. അപ്പോൾ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ഈ മനുഷ്യനെ കാണാൻ. ഇയാൾ എന്തിനാ ഇത്ര ഗൗരവത്തിൽ നടക്കുന്നത്? അവനെ നോക്കിയിരുന്ന ചന്ദ്രനിൽ പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. എന്താടി? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ചന്ദ്രന ഒന്നുമില്ലെന്ന് ചുമൽ കൂട്ടി കാണിച്ചു. ഭക്ഷണം വന്നപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അലോഷിയെ പേടിച്ച് പകുതി വരെയും അകത്താക്കി ചന്ദ്രന. ഭക്ഷണം കഴിഞ്ഞവർ യാത്ര പുറപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ താലി കെട്ടിയ ക്ഷേത്രത്തിൻ്റെ അരികിലെത്തിയപ്പോൾ വണ്ടി ഒതുക്കി നിർത്തി അലോഷി. വാ, അവൻ പറഞ്ഞു. ആദ്യം തന്നെ അവളുടെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി പറഞ്ഞു അവൻ. ചന്ദന ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടിറങ്ങി. പ്രാർത്ഥിക്കാനാകും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നു. അവളുടെ വലത് കൈ പിടിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് വണ്ടിക്ക് കൈ കാണിച്ച് അലോഷി റോഡ് മുറിച്ച് കടന്നു. അവൾക്ക് അതിശയം തോന്നി ഇത്രയും ശ്രദ്ധയോടെ തന്നെ കൊണ്ടുപോകാൻ. അതെ,
ഇവിടെ നിന്ന് തുടങ്ങിയത് ഇവിടെ തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയത്. ആ താലി ഞാൻ തന്നെ ഊരി മാറ്റാം. ആലോഷി പറഞ്ഞു കേട്ട് ഞെട്ടലോടെയാണ് ചന്ദന കേട്ടത്. അവളുടെ കാതിൽ പതിഞ്ഞ അവൻ്റെ വാക്കുകൾ സത്യമാകരുത് എന്ന് ആശിച്ചു പോയി അവൾ. അതേസമയം അവളുടെ പ്രതികരണം എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആലോഷി. എത്ര നിർബന്ധിച്ചാലും അവൾ ആ താലി ഊരി മാറ്റാൻ സമ്മതിക്കരുത് എന്ന് മനസ്സിൽ 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ. അവളുടെ വലതുകരം താലിയിൽ പിടിമുറുക്കി. ആൽത്തറയിലെ ശിവരൂപത്തിലേക്ക് ചന്ദനയുടെ നോട്ടം നീണ്ടു. മഹാദേവ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങേ സാക്ഷിയാക്കി കഴുത്തിൽ ചാർത്തിയ ഈ താലിക്ക് മണിക്കൂറുകളുടെ ആയുസേ ഉള്ളൂവെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് ഈ താലി അണിയാൻ തലകൊണ്ട് ചെന്നത്. എൻ്റെ വർണ്ണത്തിനല്ലാതെ മറ്റൊന്നിനും ഈ താലി വേർപെടുത്താൻ ആകരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ഇല്ല, ഇതഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ വലത് കൈ താലിയിൽ മുറുക്കി പിടിച്ചു. മിഴികളിൽ നിന്നും ഒഴുക്കിറങ്ങിയ കണ്ണുനീരിന് അവളുടെ കവിളിണകൾ മാത്രമല്ല മനസ്സിനെയും ചുട്ടുപൊളിക്കാൻ കഴിവുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങി. എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവൻ്റെ സ്വരം കേട്ട് അവൾ അവനെ പകച്ചു നോക്കി. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ആലോഷിയുടെ ശബ്ദം ഉയർന്നു. എനിക്ക് ചെവി കേൾക്കാം. സ്വരം അധികം ഉയർത്തരുത്. ഇത് മഹാദേവന്റെ സന്നിധിയാണെന്ന് മറന്നു പോകരുത് നിങ്ങൾ. ഉഗ്രസ്വരൂപിയ സംഹാരമൂർത്തി. തൃക്കണ്ണിൽ നിന്നും വരുന്ന അഗ്നി ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവളുടെ സ്വരം വല്ലാതെ കടുത്തു പോയിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്ന് അഗ്നി പോലെ ജ്വലിക്കുന്നത് അവൻ കണ്ടു. ഏതോ ഒരു ശക്തി പ്രേരിപ്പിക്കുന്നത് പോലെയാണ് അവളുടെ ഓരോ സ്ഫുടതയാർന്ന വാക്കുകളും. ഈ താലി കഴുത്തിൽ അണിയിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ നേരം പോക്ക് മാത്രമായിരിക്കാം. പക്ഷേ ഈ താലി കെട്ടാൻ തലകൊഞ്ചു തരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ താലിക്ക് ആയുസ് കൊടുക്കണമെന്ന്. അതായത് ഒന്നുകിൽ നിങ്ങളുടെ മരണത്തോടെ അല്ലെങ്കിൽ എൻ്റെ മരണത്തോടെ. നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ലായിരിക്കാം. എനിക്ക് ഈ താലി വെറും ഒരു ലോഹം മാത്രമല്ല. താലി ജീവാത്മാ പരാത്മാ ബന്ധം. എന്തിനു വേണ്ടി നിങ്ങളിത് എൻ്റെ കഴുത്തിൽ അണിയിച്ചുവോ അതേ സംരക്ഷണമാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. എൻ്റെ മരണം കൊണ്ടല്ലാതെ ഇത് ഞാൻ ഓരില്ല. അവളുടെ വാക്കുകൾ തറച്ചു കയറി അവൻ്റെ കാതുകളിലേക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി ആലോഷി. അവൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്തിറങ്ങി. ഈ താലിയുടെ അവകാശമോ അധികാരമോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പ്ലീസ്, ദയവ് ചെയ്ത് ഇത് ഊരി മാറ്റാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ എവിടെ വേണമെങ്കിലും പോകാം. ഈ ഒരു ആയുസ് മുഴുവനും ജീവിക്കാൻ എനിക്ക് താലിയുടെ ബലം മാത്രം മതി. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ മനസ്സ് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കൊതിച്ചു. അവന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന അവളെ ദയനീയമായി നോക്കി നിന്നു അവൻ. ഇളയപ്പൻ അവിടെ അടുത്തേക്ക് വന്നു. എന്താ ഇവിടെ നിന്നത്? വാ, നമുക്ക് പോകണ്ടേ? ഇരുവരെയും മാറി മാറി നോക്കി ഇളയപ്പൻ. അത് പിന്നെ ഇളയപ്പ, ഞാൻ ഈ താലി ഊരാൻ പറയുകയായിരുന്നു. അവൾ സമ്മതിക്കുന്നില്ല. ആലോഷി പറഞ്ഞു കേട്ട് മുഖത്ത് ഗൗരവം നിറഞ്ഞു. കൊച്ചേ, ഈ താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് അവിടേക്ക് ചെന്നാൽ എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് വേഗം അത് ഊരി മാറ്റിക്കോ. ഇല്ല, ഞാനത് ഊരി മാറ്റില്ല. ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചോളാം. ആർക്കും ഒരു ശല്യമായി ഞാൻ വരില്ല. ദയവ് ചെയ്ത് അതിനെന്നെ അനുവദിക്കണം. കൈകൂപ്പി പിടിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളത് പറഞ്ഞപ്പോൾ അവളെ ശാസിക്കാൻ നാവ് പൊങ്ങിയില്ല ഇളയപ്പൻ്റെ. മോനെ, വാ, പോകാം. ഇനിയെല്ലാം കർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതും പറഞ്ഞ് ഇളയപ്പൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ആലോഷി അവളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ചന്ദന കണ്ടില്ല. മഹാദേവ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. ചന്ദന കൈകുപ്പി തൊഴുത് പ്രാർത്ഥിച്ചു. മഹാദേവ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. ചന്ദന കൈകുപ്പി തൊഴുത് പ്രാർത്ഥിച്ചു. എന്നിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഇളയപ്പൻ മുൻ സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. പിന്നിലെ ഡോർ തുറന്ന് അവൾ കയറിയിരുന്നു. ആലോഷി വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ അടിച്ചത്. വല്യമ്മച്ച, ഞാൻ സംസാരിച്ചും വരാം. ആലോഷി കാറിൽ നിന്നിറങ്ങി കുറച്ച് മാറി നിന്നു. മോനെ, എന്നായി? വല്യമ്മച്ചയുടെ ചോദ്യത്തിൽ ആദ്യം നിറഞ്ഞിരുന്നു. എന്നാവാനാ കൊച്ചേ? എൻ്റെ കട്ടയും പടവും മടങ്ങി. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. അവനെതിരെ കോടതി നേരിട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇനിയൊരു 5-6 വർഷത്തേക്ക് പുറം ലോകം കാണില്ല അവൻ. പിന്നെ ഒരു കാര്യമുണ്ടായി കൊച്ചേ, തൽക്കാലം ആരും അറിയണ്ട കേട്ടോ. കൊച്ചിനോട് പറയാതിരിക്കാൻ എനിക്കാവില്ല, അവൻ മുഖവര ഇട്ടുകൊണ്ട് പറഞ്ഞു. എന്നതാടാ മോനെ, അവൾ നിന്റെ കൂടെ ഇല്ലേ? വല്യമ്മച്ചി ചോദിച്ചു. കോടതി ബോധിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു കാര്യം ചെയ്യേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോകുമായിരുന്നു. താലി മേടിച്ച് അവളുടെ കഴുത്തിൽ കെട്ടേണ്ടി വന്നു. കോടതി കാര്യങ്ങൾ കഴിഞ്ഞു വന്നാൽ ആഴ്ചയെടുക്കാമെന്ന് കരുതിയാണ് ഞാൻ കെട്ടിയത്. പെണ്ണ് താലി അഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ അവളുടെ മരണത്തിന് മാത്രമേ അത് ഊരി മാറ്റാൻ കഴിയുമെന്നാണ് അവൾ പറയുന്നത്. വല്ലാത്തൊരു പൊല്ലാപ്പായല്ലോ. ഇനി എന്നാ ചെയ്യും കൊച്ചേ? അവൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു വല്യമ്മച്ചി. എന്നതാ കൊച്ചേ, തെറ്റുപറ്റിപ്പോയോ എനിക്ക്? ആലോഷി വീണ്ടും ചോദിച്ചു. അതല്ലട കൊച്ചേ,
താലി എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊക്കെ ഒരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഹിന്ദു ആചാരത്തിൽ വളർന്ന അവളെ സംബന്ധിച്ച് മതം ഏതായാലും താലിക്കൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ പവിത്രതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുന്നവളാണ് ഏതൊരു പെണ്ണുങ്ങളും. ഇനിയിപ്പോൾ ആരുമൊന്നും അറിയണ്ട. എന്നോട് പറഞ്ഞതുപോലെ നീ വേറെ ഒരാളോടും പറയുകയും വേണ്ട. എൻ്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളൊക്കെയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഈ ഒരു കാരണം കൊണ്ട് നിൻ്റെ അനിയന്മാരുടെ ഭാവി കഷ്ടത്തിലാവാൻ പാടില്ല. എൻ്റെ കൊച്ചിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അത് പാടില്ല. തൽക്കാലം ഇത് രഹസ്യമായിരിക്കട്ടെ. ഇവിടേക്ക് കൊണ്ടുവന്ന ഞാൻ അവളോട് സംസാരിക്കാം. തൽക്കാലം താലി ആരും കാണാതെ അവൾ സൂക്ഷിക്കട്ടെ. എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യാം. അമ്മച്ചി കൊച്ചുമോനെ ധൈര്യം കൊടുത്തു. അവൻ്റെ മനസ്സിൽ ആഹ്ലാദം അലയടിച്ചു. ആരും കൂടെ നിന്നില്ലെങ്കിലും വല്യമ്മച്ചി കൂടെയുണ്ടായാൽ മതി. അത് മാത്രമാണ് അവൻ്റെ ആഗ്രഹം. എന്നാ പിന്നെ വെച്ചോ കൊച്ചേ, ഞങ്ങളിതാ എത്തി. പെട്ടെന്ന് വാടാ, എനിക്ക് അവളെ കാണാൻ തിടുക്കായി. ചിരിയോടെ പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചി ഫോൺ വെച്ചു. ആലോചി ചെറുചിരിയോടെ വന്ന് കാറിൽ കയറി. പിന്നിലേക്കൊന്ന് പാളി നോക്കിയവൻ. ചന്ദന എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ മുടിയിഴകൾ പാറി നെറ്റിൽ വീണ് കിടക്കുന്നുണ്ട്. എപ്പോഴും അവളുടെ വലത് കൈ താലി മുറുക്കി പിടിച്ചിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കിയ ലോഷി. അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. അവളുടെ മുഖത്തും ആശ്വാസം നിറഞ്ഞു. ഇരുട്ടി തുടങ്ങിയിരുന്നു. ലൈറ്റ് ഇട്ടുകൊണ്ട് കാർ പാഞ്ഞു. ഇടിക്ക് തട്ടുകടയിൽ നിന്നും ചായ കുടിക്കാൻ നിർത്തിയിരുന്നു അലോഷി. സീറ്റിലേക്ക് ചാരി പതിയെ കണ്ണുകളടച്ച് കിടന്നു അവള്.